എന്താ ഒന്ന് ഇറങ്ങി പോയാ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ആളാണ്. നീ എന്നോട് ചോദിച്ചപ്പെടുന്നത് ഭ്രാന്ത് പിടിച്ച് ഞാൻ എന്നാ കാര്യം പറ. മറ്റേ കോളേജിലത്തെ ആ പെണ്ണില്ലേ, അവള് ഞാൻ പറഞ്ഞത് ഒരു മറുപടി പറയുന്നില്ലുള്ളൂ. ആകെ ഒരു മൊത്തത്തിലൊരു ടെൻഷനായിട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇതാണ് ഇതിലൊരു കാര്യം. നീ ആ നമ്പർ ഇട്ടങ്ങളെ വിളിക്ക്. നമ്പറൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. അതൊന്നാമത് കാര്യം. എന്നാവും ടെൻഷൻ അടിച്ചിട്ട്. എടാ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചാൽ പോരെ, ഞാൻ കട്ടാ സപ്പോർട്ട് ഉണ്ട്. വിളിക്കാതെ എന്നാലും ഞാൻ വിളിച്ചേക്കാം. ഹലോ, ഞാനാണ് നിതിനാണ്. മനസ്സിലായില്ലേ? എൻ്റെ കോളേജിൽ പറഞ്ഞ കാര്യമില്ലേ, അത് എന്താ പറയുക, ഒരു റിപ്ലൈ ഒന്നും കിട്ടാത്തതുകൊണ്ട് എന്തോ ഒരു വല്ലാത്തൊരു ടെൻഷനുണ്ട്. അതുകൊണ്ടാണ് വിളിച്ചത്. ഹലോ, കേൾക്കുന്നില്ലേ? എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമാണ്. എന്താണെങ്കിലും പറഞ്ഞോ, കുഴപ്പമില്ല. എസ് ആണെങ്കിൽ നോ ആണെങ്കിൽ പറഞ്ഞോളൂ. ഈ ഒരു ടെൻഷൻ ഒഴിവാക്കാമല്ലോ. അതുകൊണ്ടാണ് ഈ വല്ലാത്തൊരു എന്താ പറയുക, പറഞ്ഞ പോലെ ഒന്നും റിപ്ലൈ ഒന്നും കിട്ടാത്തതുകൊണ്ട് ആകെ എന്തൊക്കെ ഭയങ്കര ബോറടിച്ചിട്ടാണ് ഞാൻ വിളിച്ചത്. എന്തോ ഭയങ്കര ഒരു ടെൻഷൻ എന്തൊക്കെ. എന്താണെങ്കിലും പറഞ്ഞോ, കുഴപ്പമില്ല. ആലോചിച്ച് പറയേണ്ട കാര്യമെന്ന് അറിയാം. എന്തായാലും കുഴപ്പമില്ല. ഇപ്പം പറയുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഫോണിലൂടെ പറയുന്നതുകൊണ്ടാണ് ഒന്നും പറയാത്തത്. കോളേജിൽ നിന്ന് പറഞ്ഞാൽ മതി, നല്ലോണം ആലോചിച്ചിട്ട് എന്നാ വെച്ചാൽ പറഞ്ഞാൽ മതി. കുഴപ്പമില്ല, എന്താണെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പം എന്തായാലും പറഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. ടെൻഷൻ കൊണ്ട് അന്നേരം പെട്ടെന്ന് വിളിച്ചതേ ഉള്ളൂ. ശരി, എന്നാലും നമുക്ക് കോളേജിൽ വെച്ചിട്ട് കാണാം. എന്നാലും ശരി, എന്നാലും വെക്കുന്ന കേട്ടോ. ഹലോ. നിധി, ആ നേരത്തെ വിളിച്ചിനോ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെന്താ അങ്ങനെ ചോദിച്ചേ? നേരത്തെ അമ്മയാ കോൾ എടുത്തിനെ. അമ്മയും അച്ഛനും ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് എല്ലാം പറയുന്നത് കേട്ടു. ഞാൻ എന്നാന്ന് കേട്ടിട്ടില്ല, അതാണ് ചോദിക്കുന്നത്. അമ്മയാ? അതൊരു ഫോണുണ്ടോ ഇനി നോക്ക്. നിങ്ങൾ ആലോചിക്കേണ്ട ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുമെന്നുള്ളത്. ഇങ്ങനെ വിചിത്രമായിട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഗൈസ്, എന്റെ ജീവിതത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നമ്മളെ തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ആ ടിങ് ടിങ് മച്ചാനെ കൂടി അമർത്തേക്കുക. അപ്പൊ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. മതി, ഇത്രേ ഉള്ളൂ.